എല്ലാവർക്കും നമസ്കാരം. ട്രഡീഷണൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ അവസാനിച്ചത് പുരുഷാർത്ഥം എന്ന വാക്കിൽ നിർത്തിയാണ്. എന്താണ് പുരുഷാർത്ഥം? നമുക്ക് നോക്കാം. പുരുഷൻ അർത്ഥിക്കുന്നത് എന്തോ അതാണ് പുരുഷാർത്ഥം. പുരുഷാർത്ഥത്തെ രണ്ടാക്കിയാൽ ഒന്ന് പുരുഷനും മറ്റൊന്ന് അർത്ഥിക്കുന്നതും. ഇവിടെ പുരുഷൻ എന്നാൽ മനുഷ്യനാണ്, അർത്ഥിക്കുന്നത് എന്നാൽ ആവശ്യപ്പെടുന്നത്. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുമ്പോൾ അവന് ഈ ഭൂമിയിൽ നിന്ന് ആവശ്യപ്പെടാനുള്ളത് അല്ലെങ്കിൽ നേടാനുള്ളത് നാലു കാര്യങ്ങൾ മാത്രമാണ്. 1 ധർമ്മം, 2 അർത്ഥം, 3 കാമം, 4 മോക്ഷം. ഇവ 4 എന്താണെന്ന് നോക്കാം. സമൂഹത്തോടും ചുറ്റുപാടുകളോടും ഉള്ള നമ്മുടെ കടമയാണ് ധർമ്മം. ധർമ്മത്തിലൂടെയാണ് അർത്ഥവും കാമവും നേടുന്നത്. അർത്ഥമെന്നാൽ വരുമാനം, സമ്പത്ത്, ഐശ്വര്യം, സാമൂഹികവും സാംസ്കാരികവുമായ നേട്ടങ്ങളും ആണ്. അർത്ഥം നമ്മുടെ സന്തോഷത്തിന്റെ ലെവൽ ഉയർത്തുന്നു. അടുത്തതായി കാമം. കാമം പൂർത്തീകരിക്കുന്നത് 5 പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. മനസ്സിന്റെയും ആത്മാവിന്റെയും നിർവൃതിക്കായി കാണുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും സ്പർശിക്കുകയും ചെയ്യുന്നതിലൂടെ കാമപൂർത്തീകരണം നടക്കുന്നു. അങ്ങനെ ശരീരത്തിനും മനസ്സിനും സന്തോഷം ലഭിക്കുന്നു. ധർമ്മത്തിലൂടെ വേണം അർത്ഥവും കാമവും നേടേണ്ടത്. മനുഷ്യന്റെ ആത്യന്തികമായ ആവശ്യം ആനന്ദമാണ്. ഏതിൽ നിന്നും അവൻ തേടുന്നത് ആനന്ദമാണ്. പക്ഷേ പലരും അർത്ഥം, കാമം എന്നിവിടെ വെച്ച് നിർത്തുകയാണ്. കാരണം ഇതാണ് അങ്ങേയറ്റം സുഖം നൽകുന്നത് എന്ന് തെറ്റിദ്ധരിക്കുന്നു. അവർ മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും പരമമായ ലക്ഷ്യം മോക്ഷമാണ്. മനുഷ്യനെ എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു. സ്വയം സംതൃപ്തി നൽകി തിരിച്ചറിവിലൂടെ, അതായത് സെൽഫ് റിയലൈസേഷനിലൂടെ, സെൽഫ് ആക്ച്വലൈസേഷൻ അതായത് ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മെ നയിക്കുന്നു. അതിൽ നിന്നാണ് നിർവൃതി ലഭിക്കുന്നത്. ഇതാണ് പരമോന്നതമായ ആത്യന്തികമായ ലക്ഷ്യം. ഇതാണ് പുരുഷാർത്ഥം. ആദ്യത്തെ 2 വീഡിയോയിൽ ആദ്യത്തേതിൽ 3 തരം കർമ്മത്തെക്കുറിച്ചും രണ്ടാമത്തേതിൽ 3 തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകളെക്കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ വിധി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പുരുഷാർത്ഥം ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന ചോദ്യത്തിലാണ് വീഡിയോ അവസാനിച്ചത്. പുരുഷാർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വിധിപ്രകാരമാണ് എല്ലാം എന്ന് കരുതി പ്രവർത്തിക്കാതെ ഇരിക്കേണ്ട കാര്യമില്ല. ജോലി ലഭിക്കുക, വീട് വയ്ക്കുക, ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, ഇതെല്ലാം പ്രാരാബ്ധമാണ്. അതായത് നമ്മുടെ കർമ്മപ്രകാരം നമുക്കെന്ന് പറഞ്ഞ് തയ്യാറാക്കിയ കാര്യങ്ങൾ. ജോലി ലഭിക്കുക പ്രാരാബ്ധമാണെങ്കിൽ അത് നല്ല രീതിയിൽ പരിപാലിക്കേണ്ടത് പുരുഷാർത്ഥമാണ്. വീട് ലഭിക്കുക പ്രാരാബ്ധമാണെങ്കിൽ അത് നോക്കി നല്ല രീതിയിൽ നടത്തേണ്ടത് പുരുഷാർത്ഥമാണ്. ധനം ലഭിക്കുക പ്രാരാബ്ധമാണ്, എന്നാൽ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്നത് പുരുഷാർത്ഥമാണ്. മക്കളുണ്ടാകുക എന്നത് പ്രാരാബ്ധമാണ്, അവരെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല രീതിയിൽ വളർത്തുക എന്നത് പുരുഷാർത്ഥമാണ്. സമ്പത്തുണ്ടാവുക എന്നതും പ്രാരാബ്ധമാണ്, എന്നാൽ അത് നമ്മുടെ ആത്മാവിന് സന്തോഷം നൽകുക എന്നതിലേക്ക് വിനിയോഗിക്കുക പുരുഷാർത്ഥമാണ്. ഇനി ധനം കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ആ നേട്ടം ശരിയായ രീതിയിൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഈ ജന്മത്തിൽ നമുക്ക് കിട്ടുന്ന അനുകൂലമോ പ്രതികൂലമോ ആയ സാഹചര്യങ്ങളെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്ത് മോക്ഷം നേടാൻ സാധിക്കണം. ഒരു പ്രാരാബ്ധത്തിനു മുന്നിലും ധർമ്മത്തെയും മോക്ഷത്തെയും വിട്ടുകൊടുക്കരുത്. ഒരു കാരണവശാലും കാമത്തിനും അർത്ഥത്തിനും ധർമ്മത്തേക്കാൾ മുൻഗണന കൊടുക്കുകയും അരുത്. എന്തു തന്നെ വന്നാലും ധർമ്മം മുറുകെ പിടിച്ചാൽ മോക്ഷത്തിലേക്കുള്ള വഴി വന്നു ചേരുക തന്നെ ചെയ്യും. മാൻ ഈസ് ദ ക്രിയേറ്റർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി എന്നൊരു പഴഞ്ചൊല്ല് ഇംഗ്ലീഷിലുണ്ട്. മനുഷ്യൻ തന്നെയാണ് അവൻ്റെ വിധിയുടെ സ്രഷ്ടാവ് എന്നാണ് അർത്ഥം. നമുക്ക് പുരുഷാർത്ഥം നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞാൽ സഞ്ചിത കർമ്മത്തിലേക്ക് നല്ല ഫലമാണ് പോകുന്നത്. അതാണ് ഭാവിയിൽ നമുക്ക് പ്രാരാബ്ധമായി വരുന്നത്. പ്രാരാബ്ധം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചില കർമ്മഫലം അനുഭവിക്കാനായി ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്തു ചെയ്യണം, എന്തു തീരുമാനിക്കണം എന്ന് ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ. ഇത്തരം സാഹചര്യങ്ങളിൽ ധർമ്മം കൈവിടാതെ നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് പുരുഷാർത്ഥം.
നാളെ ഇതിൻ്റെ നല്ല ഫലം നമ്മെ തേടി വരും പ്രാരാബ്ധ രൂപത്തിൽ. പ്രാരാബ്ധമെന്നാൽ നെഗറ്റീവായി കരുതരുത്. നമ്മുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു കർമ്മം അങ്ങനെ കണ്ടാൽ മതി. അതിപ്പോൾ നല്ലൊരു വീട് നമുക്ക് ലഭിക്കുന്നു, നല്ല വിവാഹം. പക്ഷേ ഇവിടെയെല്ലാം വരുന്ന നല്ലതും ചീത്തയുമായ കാര്യങ്ങളിൽ ധർമ്മം കൈവിടാതെ അതിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിൽ കൂടി അതാണ് നമുക്ക് ഗുണമായി ഭവിക്കുന്നത്. ഗീതയിലെ ഒരു മഹാവാക്യമാണ് കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന. കർമ്മം ചെയ്യുന്നതിന് നിനക്ക് അധികാരമുണ്ട്, എന്നാൽ ഫലം അനുഭവിക്കുന്നതിന് അധികാരമില്ല. അതായത് കർമ്മത്തിന് മാത്രമാണ് നീ അധികാരി, ഫലം ഏതു വിധത്തിൽ ആവണമെന്ന് നീ ഇച്ഛിക്കരുത്. കഴിഞ്ഞ വീഡിയോയിലെ ഡോക്ടറുടെ കഥയിൽ സാത്വികനായ ഡോക്ടറും തമോ ഗുണശീലനായ ഡോക്ടറും രോഗിയെ പരിശോധിച്ചു. പക്ഷേ സാത്വികനായ ഡോക്ടർക്ക് ഫീസ് നൽകിയത് സന്തോഷത്തോടും സ്നേഹത്തോടുമാണ്. അതേസമയം തമോ ഗുണശീലനായ ഡോക്ടർക്ക് വെറുപ്പോടെയും. രണ്ടുപേരും ഒരേ കർമ്മമാണ് ചെയ്തത്, ഒരേ ഫലമാണ്, അതായത് ഒരേ എമൗണ്ടാണ് ഫീസായി ലഭിച്ചത്. പക്ഷേ അത് കൊടുത്തയാളുടെ ഫീലിംഗ് മാത്രം വ്യത്യാസമായിരുന്നു. കാരണം സത്വഗുണശീലനായ ഡോക്ടർ ഫീസിന് പ്രാധാന്യം നൽകാതെ കുട്ടിയുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകി. തമോ ഗുണശീലൻ ഫീ വാങ്ങിയ ശേഷം മാത്രമാണ് കുട്ടിയെ കാണാൻ ചെന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കർമ്മം എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം, അതിൽ നമുക്ക് അധികാരമുണ്ട്. പക്ഷേ ഫലം അത് ഇങ്ങനെ തന്നെ വേണമെന്ന് നമ്മൾ ഇച്ഛിച്ചിട്ടും പ്രയോജനമില്ല. ചെയ്ത പാപങ്ങളുടെ ഫലം അനുഭവിക്കാനായി ആത്മാവ് വീണ്ടും ജന്മം എടുക്കുന്നത് പോലെ തന്നെയാണ് ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനായും ആത്മാവ് ജന്മമെടുക്കുന്നു. ശുഭകർമ്മങ്ങളുടെ ഫലമായ സുഖം അനുഭവിക്കാൻ ദേഹം ആവശ്യമാണ്. കാരണം ഫലം അനുഭവിക്കാനുള്ള സാധനം ദേഹമാണ്. ദേഹധാരണം ചെയ്ത ശേഷമേ ഫലം അനുഭവിക്കാനാവൂ. ജനനമരണത്തിൻ്റെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം മോക്ഷപ്രാപ്തി സാധ്യമല്ല. ദേഹധാരണം ചെയ്യേണ്ട ആവശ്യമേയില്ലെന്ന ആ പ്രത്യേക പരിതസ്ഥിതിയെയാണ് മോക്ഷമെന്ന് പറയുന്നത്. ശുഭമോ അശുഭമോ ആയ കർമ്മങ്ങളുടെ ഫലം സഞ്ചിത കർമ്മത്തിൽ അവശേഷിച്ച് കിടക്കുന്നിടത്തോളം കാലം ആ സംസാര ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും. ദേഹധാരണം ചെയ്തേ മതിയാവൂ എന്ന സ്ഥിതി വിശേഷമാണ് യഥാർത്ഥ ബന്ധനത്തിന് ആധാരം. ശുഭകർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം അനുഭവിക്കാനും ദേഹം വേണം. അത് കാലിൽ തളയ്ക്കുന്ന ഇരുമ്പ് ശൃംഖലയാണ്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്തെന്നാൽ 3 കിൻഡൽ പാപകർമ്മങ്ങൾ ചെയ്താൽ 5 കിൻഡൽ പുണ്യം ചെയ്യുക, അതിൽ നിന്ന് 3 കിൻഡൽ പാപം നീക്കി ബാക്കി വരുന്ന 2 കിൻഡൽ പുണ്യകർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുക എന്നാണ്. ഈ കണക്ക് തെറ്റാണ്. കർമ്മത്തിൻ്റെ നിയമത്തിൽ കിഴിക്കൽ എന്നൊന്നില്ല തന്നെ. എന്നാൽ കൂട്ടലുണ്ട്. നിങ്ങൾ 3 കിൻഡൽ പാപവും 5 കിൻഡൽ പുണ്യവും ചെയ്താൽ 8 കിൻഡൽ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. അതിന് ദേഹധാരണത്തിൻ്റെ ആവശ്യവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നുള്ള മോക്ഷം എപ്പോഴായിരിക്കും, എങ്ങനെയായിരിക്കും? മോക്ഷത്തിന് അധികാരിയാണ് മനുഷ്യൻ. അതേപോലെ മോക്ഷപ്രാപ്തിക്ക് മനുഷ്യ ശരീരവും. ദേഹത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും മോചനം നേടി പരബ്രഹ്മത്തിൽ അലിഞ്ഞു ചേരാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നെങ്കിൽ അയാൾ സമർത്ഥനാണ്, സ്വതന്ത്രനും. കാരണം അയാൾ എല്ലാറ്റിനും അപ്പുറത്തുള്ള ബ്രഹ്മത്തിൻ്റെ അംശമാണ്. അതിൽ അലിഞ്ഞു ചേരാനാണ്, മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് അയാളുടെ അവസാനത്തെ ഉപേക്ഷിക്കൽ എന്ന ക്രിയാനിർമ്മാണം ഉണ്ടായിരിക്കുന്നത്. കാരണം ഏതുവരെ ഈ ജന്മത്തിൻ്റെ പൂർണ്ണ പ്രാരാബ്ധം അനുഭവിച്ച് തീരുന്നില്ലയോ അതുപോലെ അനാദികാലം മുതൽക്കേയുള്ള അനേകം ജന്മജന്മാന്തരങ്ങളുടെ കർമ്മഫലം ഹിമാലയൻ സാനുക്കളുടെ അത്രയും അടിഞ്ഞുകൂടി കിടന്ന് ഈ ജീവിതകാലത്തിനിടയ്ക്ക് അനുഭവിച്ച് തീർക്കുന്നില്ലയോ, ഭസ്മമാക്കുന്നില്ലയോ, അതേവരെ അയാൾക്ക് അനേകം ജന്മവും ദേഹധാരണവും എടുക്കേണ്ടി വരുന്നു. പക്ഷേ അപ്പോഴും അയാൾക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാവുന്നില്ല. മോക്ഷപ്രാപ്തി വേണമെന്ന് തീവ്രമായ ഇച്ഛ ഉണ്ടെന്നാണെങ്കിൽ അത് പ്രാപ്തമാക്കണമെങ്കിൽ അയാൾക്ക് എല്ലാ സഞ്ചിത കർമ്മങ്ങളെയും ധ്വംസനം ചെയ്യേണ്ടി വരും. അവയെ ജ്ഞാനാഗ്നിയിലിട്ട് ദഹിപ്പിക്കേണ്ടി വരും. എന്നിട്ട് വർത്തമാന ജീവിതത്തിൻ്റെ പ്രാരാബ്ധ കർമ്മങ്ങളെ പൂർണ്ണമായും അനുഭവിച്ച് തീർക്കുക. അതിനായി ഇപ്പോൾ മുതൽക്കു തന്നെ പുതിയ ക്രിയാകർമ്മങ്ങൾ ചെയ്തു തുടങ്ങുക. ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ഫലപ്രാപ്തി നേടുക. അങ്ങനെയാവുമ്പോൾ കർമ്മഫലം അനുഭവിപ്പിക്കാൻ
ഭാവിയിൽ ദേഹധാരണത്തിൻ്റെ ആവശ്യം നേരിടേണ്ടി വരുന്നില്ല. പക്ഷേ പ്രശ്നം എന്തെന്നാൽ ജീവൻ അതിൻ്റെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ട കർമ്മങ്ങൾ അനുഭവിക്കാൻ പുതിയ അനേകം ക്രിയാത്മക കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ അസംഖ്യം ജന്മം എടുക്കേണ്ടി വരുന്നു. ഈ ചക്രത്തിൻ്റെ കറക്കത്തിന് അന്ത്യമില്ല തന്നെ. മാത്രമല്ല അവ ഭാവിയിൽ പുതിയ ദേഹധാരണത്തിന് വഴി തെളിയിക്കുന്നുമില്ല. അതിനാൽ ഗീതയിൽ പറയുന്നത് എന്തെന്നാൽ യോഗ കർമ്മസു കൗശലം. ക്രിയാത്മക കർമ്മം മേലെ പറഞ്ഞ പ്രകാരം കുശലപൂർവം ചെയ്യുക. അതിൻ്റെ പേരാണ് യോഗ. അടുത്ത ഭാഗങ്ങളുമായി ഉടനെ കാണാം. നന്ദി, സ്നേഹം.